ചേട്ടാ വേടന്റെ കല്യാണം പ്രഖ്യാപിച്ച് നമ്മുടെ ഗോവിന്ദ മാഷാണ് യഥാർത്ഥത്തിൽ വേടന്റെ കല്യാണം പ്രഖ്യാപിക്കുന്നത്. അപ്പം വേടനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ CPM ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേടനോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? രാഹുലെ, ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്. ശരിക്കും ഒരു പൊതുജന മധ്യത്തിൽ സാധാരണക്കാരൻ ചോദിക്കുന്നുണ്ട്, വേടനോട് CPM-നാണ് എന്തിനാണ് ഇത്ര താല്പര്യം? CPM എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തിനാണ് ഇത്ര താല്പര്യം? അപ്പോൾ ഇവരുടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് EMS-ൻ്റെ കാലം മുതൽ ഇത്തരത്തിലൊരു വല്ലാത്ത കപടതയുണ്ട്. EMS അല്ലെങ്കിൽ പോട്ടെ, CPM-ന് ഒരു കപടതയുണ്ട്. ഇപ്പം നിറത്തിൻ്റെ രാഷ്ട്രീയം, മറ്റാർക്കും ഇല്ലാത്തൊരു നിറം ഇവർ തന്നെ അങ്ങ് കൽപ്പിക്കുകയാണ്. വേടനൊരു നിറമുണ്ട്, ആ നിറത്തിൻ്റെ പേരിൽ, ആ ജാതിയുടെ പേരിൽ ഈ സമൂഹം അങ്ങനെ മാറ്റി നിർത്തുന്നുവെന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ ജാതി രാഷ്ട്രീയം പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയല്ലേ? അല്ല, അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വേടനെ കൊല്ലാനാണോ അതോ ജീവിപ്പിക്കാനാണോ, വളർത്താനാണോ? അതെ, അതാണ് ചോദ്യം. അതെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞപ്പോൾ. വേടനെ പറ്റി നമുക്കെല്ലാം അറിയാം. വേടനൊരു കലാകാരനാണ്. അത് നമ്മൾ അംഗീകരിക്കും. അതെ, ശക്തമായിട്ടുള്ളൊരു കലാകാരനാണ്. അദ്ദേഹത്തിന്റെ കലാരൂപങ്ങളിലൂടെ, അതായത് കലാസൃഷ്ടികളിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് പറയാൻ കൊടുക്കുന്ന ഓരോ വാക്കുകളും നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ശക്തിയുള്ള വാക്കുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടൊരു വിഷയമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിനും കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണെങ്കിലും അത്രത്തോളം ശക്തമായിട്ടുള്ള വാക്കുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നേരെ വന്നിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് സമൂഹത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇതൊരു ഇരട്ടത്താപ്പാണോ CPM-ന്റെ? രാഹുൽ, ഇരട്ടത്താപ്പാണ്. CPM-ന്റെ ഇരട്ടത്താപ്പാണ്. CPM ഈ കാണിക്കുന്ന വേടനോടുള്ള സ്നേഹം. പണ്ട് കലാഭവൻ മണി ജീവിച്ചിരിക്കുമ്പോൾ കലാഭവൻ മണിക്ക് ചാലക്കുടിയിൽ സീറ്റ് ഇവർ ഓഫർ ചെയ്തിരുന്നു. അത് കലാഭവൻ മണി എന്ന വ്യക്തിയോടുള്ള സ്നേഹമല്ല, ആ നിറം, അതിൻ്റെ രാഷ്ട്രീയം, അത് വിൽക്കുക. എന്നിട്ട് ഇവർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയ ശേഷം നിർത്തിയ സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങൾ നോക്കില്ലേ? ജാതി നോക്കി, മതം നോക്കി, അതൊക്കെ CPM-ന് ഉണ്ടായിരുന്നതാണ്. എനിക്കറിയില്ല, എൻ്റെ ഈ വയസ്സിനിടയ്ക്ക് എനിക്കറിയില്ല. കാര്യം ജാതി മതം ഒന്നും നോക്കാതെ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ അങ്ങ് നിശ്ചയിക്കുന്നു, അവിടെ നിർത്തുന്നു, തോറ്റാലും ജയിച്ചാലും അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പം അങ്ങനല്ല. ഇപ്പം അവരുടെ രീതി. അപ്പോൾ ഇവിടെ അവർ ഈ ജാതി, ഇപ്പം EMS ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. EMS തുടങ്ങിയിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ അറിവിൽ, കാര്യം എൻ്റെ ഒരു 23 വയസ്സിലൊക്കെയാണ് EMS ഒക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. EMS ഇന്ന് പ്രസംഗിക്കുന്നതല്ല, നാളെ മാറ്റി പറയുന്നത്. അതായത് 80കളിലെ കഥയാണ് ഞാൻ പറയുന്നത്, 80കൾക്ക് ശേഷമൊക്കെ. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു കളിയുണ്ട്. ഇവരിത് കൊല്ലാനാണോ വളർത്താനോ? നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇവർ കാണിച്ച ഒരു ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വേടൻ അത് കാണിച്ചത് ഇത്തരം കേസുകളൊന്നുമില്ലേ? വേടൻ കലാകാരനാണ്. വേടൻ്റെ പാട്ടിനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. ഇപ്പം രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചല്ലോ അവർ, അല്ലേ? അപ്പോൾ വേടനെ നമ്മൾ കണ്ടല്ലോ, ഒരു ഡോക്ടർ കുട്ടിയോട് ഈ പറയുന്ന വേടൻ എന്ന കലാകാരൻ പെരുമാറിയത്. എനിക്ക് ഈ വേദിയിരുന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് രാഹുൽ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും പ്രായപൂർത്തിയായ 2 പെൺമക്കളൊക്കെ ഉള്ള ഒരു അച്ഛനാണ് ഞാൻ. അപ്പോൾ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാഹുൽ കാണിച്ച വൈകൃതങ്ങൾ മൈതാന മധ്യ, അല്ലെങ്കിൽ അയാളൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ വേടന് വല്ല പ്രത്യേകതയുണ്ടോ? എനിക്കറിയില്ല. അല്ല, ജാതി രാഷ്ട്രീയം കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടാണെന്ന് തോന്നും വേടനെ കൃത്യമായിട്ട് CPM കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ വേടന് വേദികൾ കൊടുക്കുന്നതാണെങ്കിലും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായൊരു വിഷയമാണ്. ഇപ്പോൾ നമുക്കറിയാം, വേടന്റെ പരിപാടി എവിടെ വെച്ച് കഴിഞ്ഞാലും അവിടെ ശക്തമായിട്ടുള്ള ആൾത്തിരക്കുകളാണ്. ആൾത്തിരക്ക് കാരണം പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ വേടന്റെ പരിപാടിയിൽ ലക്ഷങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളുടെ കഥകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ആളുകൾ വന്നിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള എക്യുപ്മെന്റ്സ് വരെ തല്ലിപ്പിടിച്ചു പോകുന്നൊരു സാഹചര്യം. ഇപ്പോൾ ചെളിയിൽ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള, കേരളത്തിൽ എവിടെ വേടൻ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും ശക്തമായിട്ടുള്ള തിരക്കാണ്. അത് ആരാധകരാണ്. നമ്മൾ ബൈ പ്രൊഫഷൻ, ഒരാളുടെ പ്രൊഫഷനെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അയാൾ കലാകാരനാണ്, ആ പ്രൊഫഷൻ നമ്മൾ നോക്കുന്നു. രാഹുൽ മാങ്കൂട്ട ഒരു രാഷ്ട്രീയക്കാരനാണ്. ഒരു വളർന്നു വരുന്ന ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന്റെ കരിയർ ഇല്ലാതാക്കാൻ അവർ എന്തുമാത്രം കളിച്ചു. ഒരു കൈ മാത്രം ചേർന്ന ശബ്ദം ഉണ്ടാകില്ല, 2 കൈയും ചേർന്നാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. പോട്ടെ, ഒന്നല്ലെങ്കിൽ 2, അങ്ങനെ അത് സോൾവ് ചെയ്യാൻ അവർക്ക് ശ്രമിക്കാമായിരുന്നല്ലോ. ഈ വിഷയത്തിൽ അവർ സോൾവിങ്ങിന് പോയില്ലേ? വേടന്റെ കാര്യത്തിൽ വേടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അറിഞ്ഞല്ലോ. വേടനെ അറസ്റ്റ് കൊച്ചിയിൽ ഏത് നോർത്തിലോ സൗത്തിലോ പോലീസ് സ്റ്റേഷനിൽ വേടനെ കൊണ്ടുപോയി. അല്ല, ഇതിനകത്ത് ഇപ്പോ ചേട്ടൻ പറഞ്ഞല്ലോ, ഒരു കൈ അടിച്ചാൽ മാത്രമല്ല 2 കൈ അടിക്കണം. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നിൽക്കുന്നത് മാനിപ്പുലേറ്റീവ് കൺസേൺ എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പോ നമ്മൾ പറയുമ്പോഴും 2 കൈയും കൂടെ അടിക്കണമെങ്കിലും
അപ്പോൾ ഒരാൾ സമൂഹത്തിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാളുടെ ഇപ്പോഴുള്ള പ്രസ്റ്റീജ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ചൂഷണം ചെയ്തു എന്നൊരു വിഷയം. പക്ഷെ വേടനോട് അത് കാണിച്ചില്ലേ? വേടൻ ഒരു പാട്ടുകാരൻ എന്ന രീതിയിൽ വേടനോട് ആരാധന തോന്നിയ ഒരു ഡോക്ടർ കുട്ടിയാണത്. എനിക്കിപ്പം അതിജീവിതയുടെ പ്രൊഫഷൻ പറയുന്നത് തെറ്റാണെങ്കിൽ മാന്യ പ്രേക്ഷകർ ക്ഷമിക്കുക, അത് വാർത്തയിൽ വന്നൊരു ഭാഗമാണ്. ആ കുട്ടി പറഞ്ഞിട്ട് ഇവിടെ ആര് കേട്ടു? ഇപ്പോൾ ഒരു എഴുത്തുകാരിയാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നത്. സന്തോഷം, എഴുത്തുകാരി, വളരെ പേര് കേട്ട ഏതൊരു എഴുത്തുകാരിയാണ് ആ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഗോവിന്ദൻ അത് വന്നു നിന്ന് വേദിയിൽ പറയുന്നതിന്റെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം, വേടനെ കൊല്ലാനാണോ വളർത്താനോ? തീർച്ചയായിട്ടും വേടനെ കൊല്ലാൻ തന്നെയാണ്. CPM ഇങ്ങനെ ആരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരെയൊക്കെ CPM കൊന്നിട്ടുണ്ട്, സ്നേഹിച്ചു കൊല്ലും. നമ്മൾ പറയില്ലേ, ഈ പൂച്ച ഒരു എലിയെ പിടിച്ചിട്ട് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ചാടും കളിക്കും, വേണമെങ്കിൽ ഉമ്മം കൊടുക്കും, തട്ടും, കൈ കൊണ്ടടിക്കും, അവസാനം ഒരു ഒറ്റ കടി അടിച്ച ഒറ്റ കൊല്ലൊക്കെ കൊല്ലും. ഈ ജെൻസി തലമുറകളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ വേടനോ? അതും ഒരു നമ്പറാണ്. കാര്യം അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ വരുന്ന യുവാക്കളെ അടുപ്പിക്കുക എന്നൊരു ഗൂഢതന്ത്രമുണ്ട്. വേടൻ പോലും കാര്യം കഴിയുമ്പോൾ കളഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം, വേടന് ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. വേടന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ കേസുകളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് പോകുന്നവരെ ബഹുമാനപ്പെട്ട അപ്പം ഗോവിന്ദൻ പറയുന്നൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന, ഇവർ വിചാരിക്കും ഇവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, പക്ഷെ ഇവർക്ക് ശരിക്കും ഈ പറയുന്ന പോലെ ഈ പറ്റിക്കലിലേക്കൊക്കെ ഇവർ വീണുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. രാഹുൽ ഈ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോകണം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ ഫീൽഡിൽ കുറച്ചുകൂടെ ഒന്ന് നല്ലതായിട്ട് വരണമെങ്കിൽ ഈ കേസുകൾ ഒരു തടസ്സമാണ്. ഭരണത്തിരിക്കുന്ന പാർട്ടി പിന്നെ ആരാണ്ട് പറഞ്ഞ പോലെ വീണ്ടും ഇവർ വരുമെന്നൊക്കെ എന്തൊക്കെയോ ചില ധാരണകൾ ഇപ്പോഴും കരുതുന്നുണ്ട്. ഇവർ വീണ്ടും വരുമെന്നൊക്കെ ചില ഇത് വിഷയം മാറിപ്പോകുന്നതല്ല. പല മന്ത്രിമാരും അവർ ഭയങ്കര ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന മന്ത്രിമാരൊക്കെ വളച്ചു കെട്ടി പറയുന്നുണ്ട്. പക്ഷെ വേടൻ അങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ കാണുന്നു. വേടന് ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് ഇവർ പാത്രീഭവിക്കപ്പെടുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. എനിക്ക് ജെൻസിയെ രാഹുൽ പറഞ്ഞതാണ് കറക്റ്റ്. ഈ ജെൻസി എല്ലാം ഇവരെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ എത്ര ജെൻസി ഉണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് ജെൻസി തലമുറകളെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ അവിടെ നിലപാടുകൾക്കോ ആശയങ്ങൾക്കോ ചേർത്ത് നിർത്തലിന്റെ നയങ്ങൾക്കോ ഒന്നും അവിടെ വിഷയങ്ങളില്ല. ആരെ വേണമെങ്കിലും കൂടെ നിർത്താമെന്നുള്ളൊരു സ്റ്റാൻഡിനാണ് CPM ഇപ്പോ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് തന്നെയാണ് കറക്റ്റ്. ആരെ വേണോ കൂടെ നിർത്തും, വോട്ട് കിട്ടിയാൽ മതി. കാര്യം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സൂഹിക്കണം. അത് തന്നെയാണ് കറക്റ്റ്. കാര്യം ആ ഗൂഢതന്ത്രം ഇവർ പ്രയോഗിക്കുമ്പോൾ പയ്യന് നല്ല ബുദ്ധിയുള്ള പയ്യനാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ പാട്ടുകളും വരിക, അവൻ അത്രയും ബുദ്ധിപരമായിട്ട് പാടാനും അത്രയും നമ്മളെ കയ്യിലെടുക്കുക. അവൻ അവാർഡ് കിട്ടിയതാ അല്ലേ? അവനെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ടാണെന്ന് തന്നെ പ്രേക്ഷകർ കരുതുക. കാര്യം അത്ര പ്രായമേ ഉള്ളൂ. നല്ല അല്ലേ, കൊച്ചു പയ്യനല്ലേ, 28 വയസ്സം കണ്ടല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നതാ, അല്ല രാഹുൽ പറയുന്നതല്ല. സാമൂഹ്യ മാധ്യമം ആയതുകൊണ്ടും ആ ഭാഷ കാത്തിരുന്ന് കാണാം. ഏതായാലും കാത്തിരുന്ന് കാണാൻ ഒന്നുമില്ല. ഇവർ നിന്ന് ഇവരുടെ ബുദ്ധിയിലേക്ക് വേടൻ വീണു എന്നാണ്. വേടൻ അങ്ങനെ വീഴില്ല. ജാതിയുടെ രാഷ്ട്രീയം ഇവർ കാണിക്കുന്നത് രാഹുൽ പറഞ്ഞ പോലെ ജൻസിയെയും കൂടെ കൊണ്ടുവരാനാണ് എന്ന് കരുതുന്നത്. അവർക്കും ബുദ്ധിയുണ്ട്. കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളല്ലേ, നമ്മുടെ കുട്ടികൾക്ക് അറിയാമല്ലോ. ഗോവിന്ദ മാഷ് പറഞ്ഞാലോ, ബഹുമാനപ്പെട്ട പിണറായി അപ്പൂപ്പൻ പറഞ്ഞാലോ അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അല്ലേ? ഈ നിങ്ങളും നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്ന തലമുറയല്ലേ, കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും.